അപ്പം അതുപോലെ അമ്മ എഴുന്നേറ്റ് രാവിലെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കുള്ള ചായയൊക്കെ തയ്യാറാക്കി. പൊതുവേ രാവിലെ എഴുന്നേൽക്കാൻ നല്ല മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് മിക്കവാറും ദിവസങ്ങളിൽ അമ്മ തന്നെ ചായ ഇടാറുള്ളത്. അങ്ങനെ പിന്നെ രാവിലത്തെ കാപ്പിയൊക്കെ കഴിഞ്ഞ് കണ്ണൻകുട്ടന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സ്നാക്സ് ബോക്സും ഒക്കെ തയ്യാറാക്കുക. പൊതുവേ കണ്ണൻകുട്ടന് വെള്ളം കുടിക്കാൻ നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. സ്കൂളിൽ ചെന്നാൽ ടീച്ചർ പറയുന്ന ആകെയുള്ളൊരു കംപ്ലൈൻറ്റും ഇതാണ്. അത് കഴിഞ്ഞ് പയ്യെ മോനെ വിളിച്ചുണർത്തി കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ബാഗിൽ ബുക്സൊക്കെ എടുത്ത് വെക്കുക. ഇതിൻ്റെ ഇടയിൽ കൂടെ അമ്മ തൂക്കുകയും തുടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് അമ്മയുടെ നിത്യതൊഴിൽ അഭ്യാസം എന്ന് വേണം പറയാൻ. എന്നും തൂത്ത് തുടച്ച് വൃത്തിയാക്കിയില്ലെങ്കിൽ അമ്മയ്ക്കൊരു സമാധാനമില്ല. പിന്നെ വീടും നല്ല വൃത്തിയായി കിടക്കും. പിന്നെ ഞാൻ കണ്ണൻകുട്ടൻ്റെ യൂണിഫോമൊക്കെ തേച്ച് വൃത്തിയാക്കി വെച്ച്. പിന്നെ കണ്ണൻകുട്ടനും അച്ഛനും കൂടെ രാവിലെയുള്ള സ്ഥിരമുള്ളൊരു പരിപാടിയായി കറക്കം. പണ്ടൊക്കെ കണ്ണൻകുട്ടനാ നിർബന്ധമെങ്കിൽ ഇപ്പോൾ പ്രശാന്തണ്ണനാ നിർബന്ധം. ജോലിക്ക് പോകുന്നതിന് മുമ്പ് കണ്ണൻകുട്ടനെയും കൊണ്ട് ഒരു റൗണ്ട് കറങ്ങാൻ പോകണം. പിന്നെ കൊണ്ടുവന്നാക്കിയിട്ട് പ്രശാന്തണ്ണൻ ജോലിക്ക് പോയി. പിന്നെ ഞാൻ പോയിരുന്നു കാപ്പിയൊക്കെ കഴിച്ചതിന് ശേഷം കണ്ണൻകുട്ടനുള്ള കാപ്പിക്ക് ആഹാരങ്ങളൊക്കെ കൊടുത്ത് കണ്ണൻകുട്ടനെ റെഡിയാക്കി സ്കൂളിൽ പോകാനായിട്ടിരുത്തി. ഇതിൻ്റെ ഇടയിൽ കൂടെ അച്ചാമ്മയായിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോഴത്തേക്ക് ഓട്ടോ വന്ന് കണ്ണൻകുട്ടനെ ഓട്ടോയിൽ കയറ്റി വിട്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സി യു.